നമസ്കാരം. നിലവിലെ ചാമ്പ്യന്മാരും ആതിഥേയരുമായ പാകിസ്ഥാൻ ടീം തുടർച്ചയായ രണ്ടാം തോൽവിയോടെ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും പുറത്താകലിന്റെ വക്കിലാണ്. ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലൻഡിനോട് 60 റൺസിന് തോറ്റുകൊണ്ട് തുടങ്ങിയ പാക് പട കഴിഞ്ഞ ദിവസം ഇന്ത്യയോട് 6 വിക്കറ്റിനും തകർന്നടിയുകയായിരുന്നു. ഇതോടെയാണ് പാക് ടീമിന്റെ ഭാവി തുലാസിലായിരിക്കുന്നത്. പക്ഷെ മുഹമ്മദ് റിസ്വാന്റെ പാക് ടീം സെമിയിൽ കളിക്കില്ല എന്ന് ഉറപ്പിക്കാൻ വരട്ടെ. ചില കാര്യങ്ങൾ സംഭവിച്ചാൽ പാകിസ്ഥാന് ഇനിയും സെമിയിലേക്ക് മുന്നേറാൻ സാധിക്കും. ഒരു മത്സരം മാത്രം ഗ്രൂപ്പിൽ ബാക്കി നിൽക്കെ സെമിയിലെത്താൻ പാക് ടീമിന് എന്താണ് വേണ്ടതെന്ന് വിശദമായി നോക്കാം. 4 ടീമുകൾ ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിൽ ഇന്ത്യയാണ് ഇപ്പോൾ തലപ്പത്തുള്ളത്. കളിച്ച 2 മത്സരങ്ങളിലും ജയിച്ച രോഹിത് ശർമ്മയുടെയും സംഘത്തിന്റെയും പക്കൽ 4 പോയിന്റ് ഉണ്ട്. നെറ്റ് റൺ റേറ്റ് +0.647 ആണ്. ആദ്യ കളിയിൽ ജയിച്ച ന്യൂസിലൻഡാണ് 2 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുള്ളത്. +1.200 എന്ന മികച്ച നെറ്റ് റൺ റേറ്റ് കിവികൾക്ക് ഉണ്ട്. ഇനിയും അക്കൗണ്ട് തുറന്നിട്ടില്ലാത്ത ബംഗ്ലാദേശും പാകിസ്ഥാനുമാണ് 3ഉം 4ഉം സ്ഥാനങ്ങളിൽ ഉള്ളത്. പാകിസ്ഥാനെ അപേക്ഷിച്ച് ഒരു മത്സരം കുറച്ചേ ബംഗ്ലാദേശ് കളിച്ചിട്ടുള്ളൂ. മാത്രമല്ല നെറ്റ് റൺ റേറ്റിലും അവർ പാകിസ്ഥാനേക്കാൾ ഭേദമാണ്. ബംഗ്ലാദേശിന്റെ നെറ്റ് റൺ റേറ്റ് -0.408 ആണെങ്കിൽ പാക് ടീമിൻ്റെത് -1.087 ആണ്. പാകിസ്ഥാൻ ടീം തനിച്ച് ശ്രമിച്ചത് കൊണ്ട് മാത്രം ഇനി സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ കഴിയുകയില്ല. ഗ്രൂപ്പിലെ മറ്റു ടീമുകളായ ഇന്ത്യയും ബംഗ്ലാദേശും കനിഞ്ഞാൽ മാത്രമേ പാക് പടയ്ക്ക് ഇനിയൊരു നിലനിൽപ്പുള്ളൂ ചാമ്പ്യൻസ് ട്രോഫിയിൽ. അതിനായി ആദ്യം അവർക്ക് വേണ്ടത് തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനോട് ന്യൂസിലൻഡ് തോൽക്കുക എന്നതാണ്. മറിച്ച് ന്യൂസിലൻഡ് ഈ മത്സരം ജയിച്ചാൽ ഇന്ത്യയും ന്യൂസിലാൻഡും 4 പോയിന്റ് വീതം നേടി സെമി ഫൈനലിലേക്ക് കുതിക്കുകയും ഒരു മത്സരം ബാക്കി നിൽക്കെ പാകിസ്ഥാനും ബംഗ്ലാദേശും പുറത്താവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബംഗ്ലാ കടവുകളുടെ ജയത്തിനായി പാകിസ്ഥാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് ഉറപ്പാണ്. ബംഗ്ലാദേശ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന് വേണ്ടത് ഇന്ത്യയുടെ സഹായമാണ്. അടുത്ത ഞായറാഴ്ച നടക്കാനിരിക്കുന്ന അവസാന മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ ജയിക്കുകയാണ് അവർക്ക് വേണ്ടത്. ഇക്കാര്യം കൂടി തങ്ങൾക്ക് അനുകൂലമായി വന്നാൽ പാക് ടീം ചെയ്യേണ്ടത് അവസാന കളിയിൽ ബംഗ്ലാദേശിനെ മികച്ച മാർജിനിൽ തകർത്ത് വിടുക എന്നതാണ്. ഇവയെല്ലാം നടന്നാൽ 6 പോയിന്റുമായി ഗ്രൂപ്പ് ജേതാക്കളായി ഇന്ത്യൻ ടീം സെമി ഫൈനലിലേക്ക് മുന്നേറും. എന്നാൽ ന്യൂസിലൻഡ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ 3 ടീമുകളും 2 പോയിന്റ് വീതം നേടി ഒപ്പമാവുകയും ചെയ്യും. അങ്ങനെ വന്നാൽ നെറ്റ് റൺ റേറ്റ് ആയിരിക്കും ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരെ നിശ്ചയിക്കുക. ബംഗ്ലാദേശിനെതിരെ വലിയ മാർജിനിൽ ജയിച്ച നെറ്റ് റൺ റേറ്റിൽ ന്യൂസിലൻഡ്, ബംഗ്ലാദേശ് എന്നിവരെ മറികടക്കാനായാൽ ഇന്ത്യക്ക് പിന്നാലെ പാകിസ്ഥാനും സെമിയിലേക്ക് മുന്നേറും. കിവികൾക്കെതിരെ ഇന്ത്യ ജയിക്കുക എന്നത് സംഭവിക്കാവുന്നതാണെങ്കിലും അവരെ ബംഗ്ലാദേശ് വീഴ്ത്തുമോ എന്നത് കണ്ടു തന്നെ അറിയണം.